പരിമല ഹോസ്പിറ്റലില്ലേ മറ്റേ ഇത് പോയല്ലോ. പരിമല ഹോസ്പിറ്റലില്ലേ, പരിമലയിൽ ആ ഒരു ഹോസ്പിറ്റലല്ലേ ഉള്ളത്, പരിമല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റല്. ആ അവിടെ അന്വേഷിച്ചാലും പറ്റി. ഇത് ഒറിജിനൽ ഇതാണ്. അത് ദുബായിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഇതിൽ ചെന്നപ്പോ അവിടെ വെച്ച് ഇതായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത്. മറ്റേ അതുൽ ബ്ലോക്സ് ഇല്ലേ, അവനെ അറിഞ്ഞത് ഞാൻ നേരത്തെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്തത്. അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഒരാഴ്ച. ഏഹ് ഇല്ല, ആരും വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷെ അവരെല്ലാരും അവൻ അറിഞ്ഞായിരുന്നു ദുബായിൽ വെച്ച് ഈ സംഭവം. അവർക്ക് എന്തോ ഒരു സംഭവമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഇവിടേക്ക് വന്ന് ഞാൻ ആ ചിത്താക്ക് മെസ്സേജ് ഇട്ടതിന്റെ തലേ ദിവസമായിരുന്നു പെറ്റ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വന്നത്. അന്നാണ് കൺഫേം ആയത്. ഞങ്ങൾക്ക് ആളിനെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇത് കേട്ടപ്പോ ഒരു ചെറിയ എന്നിട്ട് അഹങ്കാരത്തിന് ഒരു കുറവില്ല ഇപ്പോഴും. ഞാനത് നേരത്തെ അറിഞ്ഞു, കുറച്ച് ദിവസമായി ഞാൻ അറിഞ്ഞിട്ട്. അത് ഇവള് ദുബായിലെങ്ങാണ്ട് വെച്ച് മറ്റേ ബ്രസ്റ്റിൻ്റെ സർജറിക്ക് വേണ്ടിയിട്ട് എന്തോ ചെയ്തപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ എന്താണ് അറിഞ്ഞത്. ഞാനത് അറിഞ്ഞ് കുറച്ച് നാളായി, ഒരാഴ്ച ആയി ഞാൻ അറിഞ്ഞിട്ട്. ചേച്ചിക്ക് ക്യാൻസർ ആണെന്നും ചേച്ചി എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്? ഇങ്ങനെ ഒരു രോഗം ഒരു മനുഷ്യനുണ്ടെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ എന്താ ഓർക്കുന്നത്, ദൈവമേ ശത്രുക്കൾക്ക് പോലും ഇത് വരില്ലേ. സോ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അതുകൊണ്ട് പറയാനില്ല. ദൈവം ഇപ്പൊ എനിക്ക് പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത് എന്നെ സ്നേഹിക്കുന്നവർ എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വന്ന് പറഞ്ഞു. എനിക്കിത് ഇപ്പൊ പറയാനുണ്ട്. മുന്നേ അലിഗേഷൻസിന്റെ ഒരു നിര തന്നെ എനിക്കെതിരെ വന്ന ഒരു വേറെ ഹോസ്പിറ്റലിന്റെ പേരും പറഞ്ഞു ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഞാനും കാണുന്നത്. ഹലോ, നമസ്കാരം പ്രിയമുള്ളവരെ. അപ്പം എല്ലാവരും അറിഞ്ഞു കാണും, നമ്മുടെ രേണുസുതിയായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് രോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ക്യാൻസർ എന്ന രോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ട് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ഈ ഒരു വിഷയത്തിൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ട്, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് പിന്നെ വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ട് ഈ ചെയ്യാൻ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് മാനസികമായിട്ടൊരു താല്പര്യമില്ലായിരുന്നു. അത് മാത്രമല്ല, അത് കേട്ടപ്പോൾ സത്യത്തിൽ ഒരുപാട് വിഷമമുണ്ടായി. കാര്യം നമ്മൾ അവരെ ഇങ്ങനെ റിയാക്ട് ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്യുമെങ്കിലും ഒരു വ്യക്തിക്കും, ശത്രുക്കളല്ല മിത്രങ്ങളല്ല, ഇനി നമ്മൾ അറിയുന്നവരായാലും അറിയാത്തവരാണെങ്കിൽ പോലും ഒരു മനുഷ്യർക്കും ഒരു തരത്തിലുള്ള മാരകമായ രോഗങ്ങൾ കൊടുക്കല്ലേ എന്നുള്ള ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരു കുടുംബത്തിനെ തന്നെ ഒന്നടങ്കം ബാധിക്കും. അത് മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും പിന്നെ സാമ്പത്തികമായിട്ടായാലും, അപ്പം എല്ലാ തരത്തിലും ബാധിക്കുന്നതാണ് ഇതുപോലുള്ള രോഗങ്ങൾ. അതിപ്പോൾ അറ്റാക്ക് ആയാലും ക്യാൻസർ ആയാലും വൃക്കരോഗമായാലും ഇതുപോലുള്ള രോഗങ്ങൾ ആർക്കും കൊടുക്കാതിരിക്കട്ടെ, നമുക്ക് ആർക്കും വരാതെ ഇരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതൊക്കെ കാരണമായിട്ട് ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഒരാൾ കൈനീട്ടേണ്ട അവസ്ഥയും വരാതിരിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇപ്പം രേണുസുതി തന്നെ പിന്നെ പുറത്ത് വന്ന് പറഞ്ഞേക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അപ്പം അവർക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് അവർ കൺഫർമേഷനായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പം എന്തായിരുന്നാലും അപ്പം അതിപ്പം നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ ഒരു കേസ് കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരായാലും ഇങ്ങനെയുള്ള വാർത്തകൾ പടച്ചു വിടുവാണ്, ഇത് കള്ളത്തരമാണെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകൾ പടച്ചു വിടുവാണെങ്കിൽ നിങ്ങളൊരു കാര്യം സൂക്ഷിക്കുക. ഇതൊക്കെ ഇച്ചിരി ക്രൂവലാണ്. ഇത് നിങ്ങൾക്ക് വീഡിയോ റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇല്ലാത്ത രോഗത്തിൻ്റെ പേര് പറഞ്ഞ് പിന്നെ അത് ആരെയായാലും ഇങ്ങനെ ക്രൂശിക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ വളരെ ഒരു ക്രൂവലായിട്ടുള്ള സംഭവമാണ്. അതിനാരും മുതിരരുത് എന്നുള്ള ഒരു അപേക്ഷ എനിക്ക് പറയാനുണ്ട്. പിന്നെ ഈ ഷഫീന ബീബിയുടെ ഈ വിളിച്ച് പറഞ്ഞ പെൺകുട്ടി, അപ്പം അവരിപ്പം പ്ലേറ്റ് മറിച്ചിരിക്കുകയാണ്. അത് ഒരു ഫേക്കായിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്തിക്കൊണ്ട് ഷഫീന ബീബിയും രംഗത്ത് വന്നേപ്പുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും അവസാനം വരെ കാണുക. കൂടത്തെ നമ്മളൊന്ന് സപ്പോർട്ട് കൂടി തരുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. ചേച്ചി ഇതേപോലെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചേച്ചിക്കെതിരെ വരുന്ന പുതിയൊരു വിവാദമാണ് ചേച്ചിക്ക് ക്യാൻസർ ആണെന്നും അതേ സംബന്ധിച്ച് ഒരുപാട് ന്യൂസുകൾ പല കമന്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചേച്ചി എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്? പല അലിഗേഷൻസും ഇതിനു മുന്നേ ഈ പുറത്ത് വിട്ടവരുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, മെഡിക്കലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരെ പല അലിഗേഷൻസ് ഇതിന് മുന്നേ നിങ്ങൾക്കറിയാലോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ പറ്റി. സോ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അതുകൊണ്ട് പറയാനില്ല. ദൈവം ഇപ്പൊ എനിക്ക് പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത് എന്നെ സ്നേഹിക്കുന്നവർ എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വന്ന് പറഞ്ഞു. എനിക്കിത് ഇപ്പൊ പറയാനുണ്ട്. എന്തിൽ എന്തായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വരാൻ? കുറെ പേര് പറഞ്ഞത് ഫേക്കാണ്, കുറെ പേര് പറയുന്നുണ്ട് അവർക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞു, കുറെ നെഗറ്റീവ് അങ്ങനെ വരുന്ന ആൾക്കാർ. എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞു, ഇത് മുന്നേ അലിഗേഷൻസിന്റെ ഒരു നിര തന്നെ എനിക്കെതിരെ വന്ന ഒരു വേറെ ഹോസ്പിറ്റലിന്റെ പേരും പറഞ്ഞു ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഞാനും കാണുന്നത്. പിന്നെ ഒന്നേ പറയാനുള്ളൂ, ഇപ്പം ഇങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ ഇതിപ്പം എന്നാ അതിനെപ്പറ്റി പറഞ്ഞു, നമുക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ നമ്മൾക്കൊക്കെ നല്ല മനസ്സുള്ളവരാണ്. നമ്മുടെ പ്രാർത്ഥന ഇപ്പൊ ഇത് അറിഞ്ഞാൽ തന്നെ, ഇപ്പൊ അറിഞ്ഞാലും അറിഞ്ഞില്ല, ഇങ്ങനെ ഒരു രോഗം ഒരു മനുഷ്യനുണ്ടെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ എന്താ ഓർക്കുന്നത്, ദൈവമേ ശത്രുക്കൾക്ക് പോലും ഇത് വരണ്ടേ. എല്ലാവരുടെ മനസ്സിൽ നമ്മൾ എല്ലാവരെ പറ്റി പ്രാർത്ഥനയോടെ ഇരിക്കുക, ഇഷ്ടമായ ചിന്തകൾ വിടുക, ഇതൊക്കെ എനിക്ക് പറയുന്നത്. എന്താ ചേച്ചി തന്നെ ടാർഗറ്റ് ചെയ്ത നെഗറ്റീവ് ഇനിയിപ്പോ ഒന്നും പറയാനില്ല. പല 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 ഇതും പറഞ്ഞ് ഇനിയിപ്പോ ക്യാൻസർ വരെ എത്തി. ഇപ്പൊ ഒന്നും തന്നെ പറയാനില്ലല്ലേ ചേച്ചി? ഇതുവരെ ഇപ്പൊ ഒന്നും പറയാനില്ല. എനിക്ക് സമയമാകുമ്പോ, അല്ലെങ്കിൽ സമയമല്ല, എനിക്ക് പറയാൻ എന്തെങ്കിലും ഒരു കാരണം, അല്ലെങ്കിൽ എനിക്ക് പറയാനുണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞാൽ എന്റെ വായിന്ന് കേൾക്കാനാണ് എല്ലാവരും എന്താണ് സത്യം അല്ലെ, നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെ. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പ്രേക്ഷകരോട് നേരത്തെ നേരെന്ന് പറയും. അത് ഇത്രയും നാളും അങ്ങനെ ആയിരുന്നല്ലോ. ഇത് ഞാൻ എന്തെങ്കിലും ഒരു ക്വസ്റ്റിന് ആൻസർ പറയാതിരുന്നു. എന്റെ പ്രേക്ഷകർക്ക് മുന്നേ ഞാൻ എന്തായാലും, എന്നെ സ്നേഹിക്കുന്ന കുറെ ആളുകൾക്ക് മുന്നേ ഞാൻ എന്തായാലും
എന്താ പറയാ, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയാണ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു. അതെ, അതിനകത്ത് പറഞ്ഞ സപ്പോർട്ട് ഇഷ്ടംപോലെ കമന്റ് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റല്ല, നമുക്ക് ഒരാളെ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, ഇങ്ങനെയൊക്കെ ചുമ്മാ പറയാം. കണ്ടിട്ട് എന്താ തോന്നുന്നു? എനിക്ക് എന്തെങ്കിലും അസുഖമായിട്ട് തോന്നുന്നു. ഒന്നും ഞാൻ വളരെ ഹാപ്പി ഇല്ല. അതെ അതെ ഒരു മൂക്കിപ്പനി വന്നത് കേട്ടാൽ പലരും തലകറക്കി താഴുന്ന കാലഘട്ടം. ക്യാൻസർ എന്നൊരു അസുഖം ഇങ്ങനെ പറഞ്ഞാൽ ആരാണ് ഇങ്ങനെ നടക്കുന്നത്? നിനക്കറിയാമല്ലോ. അതെ 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 നീ ഇതിനെപ്പറ്റി എനിക്കൊന്നും അപ്പോൾ പ്രിയമുള്ളവരെ, ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല അവരില്ലെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അത് അവരെ സംസാരം വെച്ച് ഡൗണായിട്ടാണ് സംസാരിക്കുന്നത്. അത് ഇങ്ങനെയൊക്കെയുള്ള അപവാദങ്ങൾ പ്രചരിക്കുന്നത് കൊണ്ടായിരിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് നമുക്ക് ആർക്കായാലും ഇങ്ങനെയൊക്കെയുള്ള രോഗത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മളെ ഇതെടുക്കുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് വിഷമം ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ഈ പറയുന്നത് പോലെ, രേണു പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് പോലെ ശത്രുക്കൾക്ക് പോലും ഈ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാകല്ലേ എന്നുള്ളതാണ്. നമുക്കൊക്കെ ഒരുപാട് ഭയപ്പാടാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ദൈവം എല്ലാവരും കാത്ത് രക്ഷിക്കട്ടെ എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇതിനകത്ത് പിന്നെ ഷഫീന ഈ വിളിച്ച് പറഞ്ഞ ഈ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിൻ്റെ ഒരു വാട്സപ്പ് ചാറ്റ് പുറത്ത് വിട്ടേപ്പുണ്ട്. അതായത് ഈ ഷഫീന ബീബി പിന്നീട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പം അവർ ഉരുണ്ട് കളിക്കുകയാണ് ചെയ്തത്. അവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് ഇവരുടെ ചേച്ചി അവിടെ ജോലി ചെയ്യുന്നെന്ന് പറഞ്ഞ് ചേച്ചിയുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോഴോ അല്ലെങ്കിൽ അവരുടെ നമ്പർ ചോദിച്ചപ്പോഴോ ഒന്നും ഇവർ എന്താണ് അതൊന്നും വിട്ടു പറയുകയോ ഇടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇത് രേണുവിനെതിരെ കരുതിക്കൂട്ടി പുറത്തുവിട്ട ഒരു സംഭവമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. നമുക്ക് എന്തായാലും ആ വാട്സപ്പ് ചാറ്റിനെ കുറിച്ച് ഷബീന ബീബി പറയുന്നതും അതും ഒന്ന് കാണാം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാമോ? എനിക്കത് കിട്ടിയേ മതിയാവൂ എന്നല്ല ഞാൻ പറഞ്ഞത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാമോ? എനിക്ക് മനസ്സിലാവാത്തതാണ്, നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണ്. അടുത്തത്, മെഡിക്കൽ ഡീറ്റെയിൽസ് തന്നില്ല. ഏത് പിറ്റേന്ന് അന്നത്തെ ദിവസം മൊത്തം വെയിറ്റ് ചെയ്ത് തന്നില്ല. അടുത്ത ദിവസം ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു, ഹായ് എന്ന് വരുന്നു. അതിന്റെ താഴെയാണ് ഞാൻ ചോദിക്കുന്നത് മെഡിക്കൽ ഡീറ്റെയിൽസ് തന്നിട്ടില്ല എന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ പേരെന്താണ്? കിങ്ങിണിയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് പേരെന്ന് എനിക്കറിയാം. തന്നോ? ഇല്ല. എന്തിനാ വെറുതെ ഉടായ്പ കൊണ്ടിറങ്ങുന്നത്? ചോദ്യമാണേ. അടുത്ത നിങ്ങൾ അവളെ ചോദ്യം നിങ്ങൾ വായിച്ചാൽ മതി. ചേച്ചിയുടെ നമ്പർ തരാമോ? ചോദ്യം കേട്ടല്ലോ. ചേച്ചിയുടെ നമ്പർ തരാമോ? വീണ്ടും വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ചേച്ചിയുടെ നമ്പർ തരാമോ? അവൾ എന്നെ കൊല്ലും, അവളുടെ ജോലിയെ ബാധിക്കില്ലേ? അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുന്നു, അവൾ നിന്നെ എന്തിനു കൊല്ലുന്നത്? ഡീറ്റെയിൽസ് പുറത്ത് വിട്ടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ കംഫർട്ട് ആകുന്നുണ്ട്, ഒന്നും ഉണ്ടാവൂല. ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചാൽ അറിയാമോ? ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്യണ്ടേ? അറിയാമോ? അറിയാമായിരിക്കും, ഉറപ്പില്ല. അപ്പോ എന്റെ മറുപടിയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അവിടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ കാര്യമല്ല അവിടെ സംസാരിക്കുന്നത്. അവളുടെ പേര് ചോദിച്ചു, അവളുടെ ചേച്ചിയുടെ നമ്പർ ചോദിച്ചു, തന്നിട്ടില്ല. അതാണ് അവിടെ സംസാരിക്കുന്നത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ല ചോദിക്കുന്നത്. ഞാൻ 15 മിനിറ്റ് തരാം, അതിനുള്ളിൽ അറിയിക്കുക എന്ന് വെച്ചാൽ അവളുടെ പേരും അവളുടെ ചേച്ചിയുടെ നമ്പരും പറയുക. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ അവിടെ ചോദിച്ചിട്ടുള്ളത്. എന്തിനാ വെറുതെ നരേഷൻ വേറെ കൊണ്ടുപോകണേ? ഇല്ലെങ്കിൽ ഇത് വെച്ച് ഞാൻ വീഡിയോ ചെയ്യും. ഉള്ളത് വെച്ച് ഞാൻ വീഡിയോ ചെയ്യും. എന്റെ അടുത്ത് വന്ന് ഈ ഫേക്ക് പറഞ്ഞതിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്യും. എന്തിന് എന്റെ അടുത്തൊന്നും നുണ പറയണം? എന്നോട് എന്തിനത് പറയണം? തന്റെ വാട്സപ്പ് ചാറ്റ് എന്ത് വെച്ച്? തന്റെ വാട്സപ്പ് ചാറ്റ്. അപ്പൊ ഇതിന്റെയൊക്കെ ടൈമിംഗ് ഞാൻ എടുത്തു പറഞ്ഞു. തന്റെ വാട്സപ്പ് ചാറ്റ് എന്ന് പറഞ്ഞപ്പോൾ 12:46 അവിടെ മറുപടി വന്ന് 12:42 മറുപടി വന്നിട്ടുണ്ട്. പേരെന്താന്ന് ഞാൻ വീണ്ടും എടുത്ത് ചോദിക്കുന്നു, മിണ്ടുന്നില്ല. ഒറിജിനൽ പേരെന്താന്ന് വീണ്ടും ചോദിക്കുന്നു, 47 മിനിറ്റ് ചോദിക്കുന്നു, 48 മിനിറ്റ് ചോദിക്കുന്നു, മിണ്ടുന്നില്ല. അവസാനം ഒരു മറുപടി പറഞ്ഞു, ഇത്താന്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആളാണ്. ഇത് എല്ലാവരും അടുത്തുള്ള പോയി പറയുന്ന കാര്യമാണല്ലോ. ഇത്താടെ വീഡിയോ സ്ഥിരം കാണുന്നു, ഇന്റെ വീഡിയോ ഞാൻ സ്ഥിരം കാണുന്നു, എനിക്ക് ഇതിന്റെ ഫാനാണ്. ഒരു 100 പൊട്ടക്കഥ അത് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പൊ ഇന്നിട്ട കമന്റ്, ഹായ് ഇത്ത, താങ്ക്സ്. ഇത്ത കാരണം ഇപ്പോൾ ഞാൻ ഫേമസ് ആയി, ഇന്റർവ്യൂവിന് പോലും വിളിക്കുന്നുണ്ട്, താങ്ക് യു വെരി മച്ച്. ഇതെന്തിനാ കൊണ്ടുവന്നിട്ടെന്ന് അറിയാമോ? ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ എന്താ പറഞ്ഞത്? ഇനി എനിക്ക് കമന്റ് ഇട്ടാൽ ഞാൻ എന്നെ തെറി വിളിക്കും. അപ്പൊ എന്നെ തെറി കേൾക്കണം. എന്നിട്ട് എന്താക്കണം? ഞാൻ തെറി താത്താന്ന് പറയണം. അതല്ലേ മോളെ? അവക്കതുണ്ടോ ഇല്ലയോ? ഈ അസുഖം നിനക്ക് വരും. നീ എഴുതി വെച്ചോ, ഈ അസുഖം നിനക്ക് വരും. ഈ കമന്റ് ഇട്ടവൾക്ക് ഈ അസുഖം വന്നിരിക്കും. അനാവശ്യമായ ഒരു പ്രശ്നം കൊണ്ടുവരിക, അതിലേക്ക് ഞങ്ങളെയൊക്കെ വലിച്ചിടുക, ഇല്ലാത്ത പ്രോബ്ലം ഉണ്ടാക്കുക. അതിന്റെ കൂടെ ചേർന്നല്ലേ നീ ഇത് ചെയ്തത്? അതൊരു ഡീസന്റ് ആവല്ലേ? അതില്ലേ മാമ ചെയ്ത് എന്താണെന്ന് മാമക്ക് അറിയാം. ഒരാഴ്ച മുമ്പേ മാമ അറിഞ്ഞെങ്കിൽ, മാമയ്ക്ക് മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അവളെ എടുത്ത് വെച്ച് വീഡിയോ ചെയ്തില്ല. അസുഖബാധിതയായ വ്യക്തിയാണെന്ന് പബ്ലിക്കിന് അപ്പോഴേ ഇൻഫർമേഷൻ കൊടുക്കും. പക്ഷെ പറ്റത്തില്ലല്ലോ. മാമക്ക് വ്യൂ കിട്ടിയല്ലേ പോക്കറ്റിലേക്ക് ഫണ്ട് കയറൂ. അതുകൊണ്ടല്ലേ മാമ ഡുവൽ പേഴ്സണാലിറ്റി ആണെന്ന് പണ്ടേ തെളിഞ്ഞ കേസാ. പണ്ടേ തെളിഞ്ഞ കേസാ മാമയുടെ ഡുവൽ പേഴ്സണാലിറ്റി.
അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ കേട്ടല്ലോ. ഇതിപ്പോൾ ആരാണ് പറിച്ചു വിട്ടത് എന്നുള്ളത് നമുക്കറിയാൻ വയ്യ. എന്തായിരുന്നാലും രേണുവിനോട് അടങ്ങാത്ത ശത്രുതയുള്ള ആരാണ്ടൊക്കെ ചേർന്ന് ഒരു സംഘം ആൾക്കാരാണ് ഇതൊക്കെ പറിച്ചു വിടുന്നത് എന്നുള്ളതാണ്. എന്തായിരുന്നാലും നിങ്ങൾ റിയാക്ട് ചെയ്തോ, അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ ചെയ്തോ, അവരുടെ കോപ്രായങ്ങൾ എടുത്ത് വെച്ച് റിയാക്ട് വീഡിയോ ചെയ്തോ, റോസ്റ്റിംഗ് ചെയ്തോ, അതൊക്കെ ചെയ്തോ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇല്ലാത്തൊരു രോഗത്തിൻ്റെ പേര് പറഞ്ഞു അത് വെച്ച് മാത്രം ഒരു വ്യക്തിയോടും കളിക്കരുത്, അല്ലെ ഒരു വ്യക്തിയെയും പറയരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. കാര്യം അത് ശരിയല്ല. അത് മനുഷ്യരാണ്. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു മനുഷ്യനെ രോഗങ്ങൾ കൊണ്ട് ആക്ഷേപിക്കല്, അല്ലെ ഇല്ലാത്ത പ്രചരണങ്ങൾ നടത്തരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം ആർക്കും അങ്ങനത്തെ രോഗങ്ങൾ വരാതിരിക്കട്ടെ, രേണുസുതിക്ക് ഉൾപ്പെടെ അങ്ങനത്തെ രോഗങ്ങൾ ഒന്നും വരാതിരിക്കട്ടെ. അപ്പം എല്ലാവർക്കും ഈ പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടന്റാണ്. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങും. അത് വേറൊരു പോർഷൻ. ഒരു രോഗം എന്ന് പറയുന്നത് അതെന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ അത് വേറൊരു സിറ്റുവേഷനാണ്. അതൊരിക്കലും നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കാര്യം എനിക്ക് ഈ ഒരു ടോപ്പിക്ക് തന്നെ പറയാൻ തന്നെ ഒരു സത്യം പറഞ്ഞ ഒരു ഉള്ളിലൊരു വിഷമവും പേടിയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. രേണുസുതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കൺഫർമേഷൻ വീഡിയോ വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ച് ചെയ്തത്. അത് മാത്രമല്ല ഷെഫീന ബീബി അപ്പോൾ അവർക്ക് ഈ വിളിച്ച് പറഞ്ഞതും ഫേക്കാണെന്നുള്ള വീഡിയോയുടെ കണ്ട് അന്നേരം ഞാൻ വിചാരിച്ചെങ്കിൽ ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമുക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വേറൊരു ടോപ്പിക്കുമായി കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. താങ്ക്